നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുവാനായി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ്. ഒരുപാട് ബുദ്ധിമുട്ടി ഓരോ ജോലികൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം എന്ന ഒന്ന് തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് പറയുന്നവർ ഏറെ പേരാണ്. കാരണം അവർ ഏതു കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം പരാജയത്തിലേക്കാണ് പോകുന്നത്. തൊഴിലായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, അതല്ല വിവാഹമായിക്കോട്ടെ, മാത്രമല്ല പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെ എന്ത് ചെയ്താലും അത് പരാജയമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ജീവിതത്തിൽ ഒരു കാര്യം മാത്രം അറിയുക: പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ഒരു പടിക്കെട്ട് തന്നെയാണ്. ആ പരാജയത്തിൻ്റെ പടിക്കെട്ടുകൾ നമ്മൾ കയറിയെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ പരാജയപ്പെട്ടു, ഇനി ഞാൻ ആ കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഉയർച്ചയിലേക്കും അതല്ലെങ്കിൽ വിജയത്തിലേക്കും എത്തുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ തുടക്കം. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് വിജയം എപ്പോഴെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. തുടർച്ചയായി വിജയം ലഭിച്ചില്ലെങ്കിലും എന്നെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമ്മളെ തേടിയും വിജയം വരും. ഭാഗ്യദേവത നമ്മളെയും കടാക്ഷിക്കും. അത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനാണെങ്കിലും, വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിലും, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി നമുക്ക് കിട്ടുവാനാണെങ്കിലും, ഉയർന്ന ശമ്പളത്തിലുള്ള ഒരു ജോലി നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും, സ്വന്തമായ ഒരു വീട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും, അതല്ല ആഗ്രഹിച്ച ആളെ വിവാഹം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ട്, പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും ചെയ്യേണ്ട ഒരു ചെറിയ മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, അതുപോലെ തന്നെ വഴിപാട് രീതികൾ, താന്ത്രിക മുറകൾ എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഫലം തരുന്നതും കൂടാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാനുമുള്ള ഒരു ചെറിയ മെത്തേഡാണ് ഇത്. സ്വിച്ച് വേർഡുകളെ പോലെ തന്നെ ഒരുപാട് മാജിക്കൽ നമ്പറുകളും നമ്മുടെ കൈകളിൽ എഴുതുവാനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു അത്ഭുത നമ്പറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കാണുവാൻ പോകുന്നത്. ഈ അത്ഭുതപരമായ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതിക്കൊണ്ട് നമ്മൾ വെറുതെ വീട്ടിലിരുന്നെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും. ഒരിക്കലുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ പരിശ്രമത്തിനോടൊപ്പം തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം എന്ന ആ ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളും കഷ്ടപ്പെടണം, അതിനോടൊപ്പം തന്നെ ഭാഗ്യവും തുണയ്ക്കണം. അങ്ങനെയുള്ള ഭാഗ്യത്തെ നമ്മൾ നമ്മുടെ വശത്താക്കുവാൻ ഒരു ചെറിയ മെത്തേഡാണ് ഇപ്പോൾ കാണുവാൻ പോകുന്നത്. ഈ മെത്തേഡ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ തുടർച്ചയായി എത്ര ദിവസങ്ങൾ ചെയ്യണം, അല്ല ഒരു ദിവസം ഞാൻ വിട്ടുപോയി, ഇനി അത് തുടരാൻ സാധിക്കുമോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എപ്പോഴെല്ലാമാണ് ഈ ഒരു നമ്പർ എഴുതുവാനായിട്ട് ഓർമ്മയിൽ വരുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് ഈ മാജിക്കൽ നമ്പർ നിങ്ങളുടെ ഇടത് കൈയിലെ നടുവിരലിൽ നമുക്ക് എഴുതാവുന്നതാണ്. അരമണിക്കൂറോളം മാത്രം നമ്മുടെ കൈകളിൽ ഈ നമ്പർ ഇരുന്നാൽ മതി. അതല്ല വെള്ളം തട്ടിയാണെങ്കിലും നമ്മൾ വിയർത്തിട്ടാണെങ്കിലും ആ നമ്പർ മാഞ്ഞു പോവുകയാണെങ്കിലും സാരമില്ല, വീണ്ടും എഴുതണമെന്ന് നിർബന്ധവുമില്ല. ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം നിങ്ങൾ ഈ നമ്പർ നിങ്ങളുടെ ഇടത് കൈയിലെ നടുവിരലിൽ എഴുതിയാൽ മാത്രം മതി. പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ അതല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ മാത്രമേ ഈ നമ്പർ നിങ്ങൾ എഴുതാവൂ. അതല്ലാതെ കറുപ്പോ അതുമല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള മഷിയോ എടുക്കരുത്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, നമുക്ക് പച്ച നിറത്തിലുള്ള മഷി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നീല നിറം എടുക്കുക. കാരണം പച്ച എന്ന് പറയുന്നതിന് ആകർഷണ ശക്തി കൂടുതലുള്ളതാണ്. മാത്രമല്ല പണവശ്യത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നിറം എന്ന് പറയുന്നതും പച്ച നിറമാണ്. അതിനാൽ നിങ്ങൾക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിറത്തിലുള്ള മഷിയുള്ള സ്കെച്ചോ അതല്ലെങ്കിൽ പേനയോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമോ ഈ നമ്പർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ വേറെ ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകൾ എന്നിവ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും കൂടി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. വെറുതെ ഒരൊറ്റ തവണ നമ്മുടെ കൈകളിൽ ഈ ഒരു നമ്പർ എഴുതി ഒരു 2 സെക്കൻഡോളം നമ്മൾ ഈ നമ്പറിനെ നോക്കി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ നമ്പറിനെ ഒരു 2 സെക്കൻഡ് നോക്കിയാൽ മാത്രം മതി. ദിവസവും ഇത് ചെയ്യുമ്പോൾ ആ നമ്പറിലുള്ള ആകർഷണ ശക്തി നമ്മളിലേക്ക് ഉൾക്കൊള്ളുകയും ആ ഉൾക്കൊള്ളൽ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം ഈ പ്രപഞ്ചശക്തി നിറവേറ്റി തരികയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള ഈ മാജിക്കൽ നമ്പർ ഏതാണ് എന്ന് കാണാം. അതിനു മുൻപേ
പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഈ നമ്പർ എഴുതേണ്ടത് എന്നും പലർക്കും സംശയം വരാം. പണം സംബന്ധിച്ചുള്ള കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ തേടി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, പെട്ടെന്ന് ഏതെങ്കിലും ഒരു വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അതല്ല സാലറി ഡേറ്റ് വൈകിപ്പോയി, ഇതുവരെയും സാലറി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിൽ, അതുമല്ല കൊടുത്ത പണം തിരികെ കിട്ടിയാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള പെട്ടെന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് പണം അത്യാവശ്യമായി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നമ്പർ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി എത്ര ദിവസം നിങ്ങൾ ഈ നമ്പർ പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, തുടർച്ചയായി നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഓർമ്മയിൽ നിൽക്കുന്നുവോ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഈ നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതാവുന്നതാണ്. അതല്ലാതെ പെർട്ടിക്കുലറായി ഇത്ര ദിവസം ചെയ്യണമെന്നില്ല. പക്ഷേ ഒരു 7-9 ദിവസമെങ്കിലും തുടർച്ചയായി നിങ്ങൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം എഴുതി എനിക്ക് ഒരു മാറ്റവും കിട്ടിയില്ല എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം ഏതൊരു കാര്യങ്ങളും ഒരൊറ്റ ദിവസം എഴുതി നമ്മൾ ആ ഒരു നമ്പർ നോക്കുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടില്ല. തുടർച്ചയായി ഒരു 48 ദിവസമോ 21 ദിവസമോ 90 ദിവസമോ അതല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 7 ദിവസമോ 9 ദിവസമോ എങ്കിലും ഈ നമ്പർ നമ്മൾ എഴുതുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ അത്ഭുത നമ്പർ ഏതാണ് എന്ന് കാണാം. ഞാൻ ഇവിടെ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടാണ് നമ്മുടെ ഇടത് കൈയിലെ നടുവിരലിൽ എഴുതിയിരിക്കുന്നത്. 817219-738. നിങ്ങൾ വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതുകയാണെങ്കിലും എഴുതാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബോൾഡായി എഴുതിയിരിക്കുന്നത്. 8121919738 എന്ന നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. ചില നമ്പറുകൾക്ക് ആകർഷണ ശക്തി കൂടുതലാണ്. അതും സിംഗിളായി വരുന്നതിനേക്കാളും ഇതുപോലുള്ള കൂട്ട നമ്പറുകൾക്ക് അത്ഭുതമായ ദിവ്യശക്തിയാണുള്ളത്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മാന്ത്രിക കോഡ് എന്ന് തന്നെ ഈ നമ്പറിനെ പറയാവുന്നതാണ്. നിങ്ങൾ ഈ കൈകളിൽ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ, ദിവസവും ഈ നമ്പർ നിങ്ങൾ 2 സെക്കൻഡോളം നോക്കുമ്പോൾ നിങ്ങളിലേക്ക് ആകർഷണ ശക്തി ഏർപ്പെടുകയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് ഈ പ്രപഞ്ചശക്തി കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ കൈകളിൽ എഴുതാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വഴനയില, അതല്ലെങ്കിൽ ബേ ലീഫ്, അതല്ലെങ്കിൽ ബിരിയാണി ഇല, നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അതുപോലുള്ളൊരു ഇല, ഉണങ്ങിയ ഇലയെടുത്ത് അതിൻ്റെ പിറകു വശത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹം എഴുതുക. ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അമൗണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. അതല്ലെങ്കിൽ സ്വന്തമായി വീട് അല്ലെങ്കിൽ സ്വന്തമായി വാഹനം എന്നിവ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ഇലയുടെ പിറകുവശത്ത് എഴുതി ഇലയുടെ മുൻഭാഗത്ത് നമ്മൾ ഈ ഒരു നമ്പർ എഴുതി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. പക്ഷേ ദിവസവും നിങ്ങൾ ഇത് പേഴ്സിലോ എവിടെ വേണമെങ്കിലും വെച്ച് ഒരു 2 സെക്കൻഡോളം അതിനെ എടുത്ത് നോക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ കിട്ടിയ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ കൂടുതൽ നേരം ചിന്തിക്കുകയോ സംസാരിക്കുകയോ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം നമുക്ക് എടുക്കാൻ. ഉദാഹരണത്തിന് നിങ്ങൾ തുടർച്ചയായി ഒരു ഏഞ്ചൽ നമ്പർ, ഒരേപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുവാൻ പോകുന്നു എന്നാണ് അർത്ഥം. അതുപോലെ തുടർച്ചയായി ഈ ഒരു നമ്പർ നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നമ്പർ നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച് നോക്കിയ ഈ കാര്യം, അതായത് നിങ്ങൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാണോ ഈ ഒരു നമ്പർ എഴുതി ഈ നമ്പറിനോട് കൂടുതൽ ആകർഷണ ശക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ കാര്യം ഉടനെ തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഒരു പക്ഷേ ബിരിയാണി ഇലയിലാണ് എഴുതുന്നത് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയ ശേഷം ആ ഇല കത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് അതിൻ്റെ കരി നമുക്ക് ഊതി വിടാവുന്നതാണ്. വെറുതെയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക. യാതൊരു നിബന്ധനകളുമില്ലാതെ 1 രൂപ പോലും ചിലവില്ലാത്ത വളരെ വളരെ ഫലം തരുന്ന ചെറിയ ചെറിയ താന്ത്രികങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനാൽ നിങ്ങൾക്ക് വേറെ ഏത് താന്ത്രികങ്ങളും മെത്തേഡുകളും ചെയ്തു നോക്കുന്നുണ്ടെങ്കിലും കൂടി ഇതുപോലുള്ള ചെറിയ ചെറിയ മെത്തേഡുകൾ ചെയ്യുമ്പോൾ തന്നെ ഫലങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, വഴിപാട് രീതികൾ, താന്ത്രിക മുറകൾ എന്നിവയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കിടേശായ നമഃ.